കലിപ്പമാഷിൻ്റെ തെമ്മാടി പെണ്ണ്. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. അമൽ കോളേജിൽ വന്നു. ലെന ഒന്നും മിണ്ടാതെ ക്ലാസ്സിലിരുന്നു. അമൽ ക്ലാസിൻ്റെ അകത്ത് വന്നു. ഒന്നും മിണ്ടാതെ ലെന എഴുന്നേറ്റു. ഇതെന്തു പറ്റി? സാധാരണ ഇങ്ങനെയല്ലല്ലോ. അമൽ മനസ്സിലോർത്തുകൊണ്ട് ലെനയെ നോക്കിക്കൊണ്ട് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. ഇന്നലത്തെ ഹോംവർക്ക് ചെയ്തോ എല്ലാവരും? ടേബിളിൽ ചാഞ്ഞിരുന്നുകൊണ്ട് അമൽ ചോദിച്ചു. ചെയ്തു സാർ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അമൽ ഇടം കണ്ടിട്ട് ലെനയെ നോക്കി. ലെന ഒരു കൂസലുമില്ലാതെ ബുക്കെടുത്ത് ബെഞ്ചിൽ വെച്ചു. ഇവളെന്താ, നന്നായോ? അമൽ മനസ്സിലോർത്തു. എഴുതാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇടം കണ്ടിട്ട് ലെനയെ നോക്കി അമൽ ചോദിച്ചു. ലെന ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് അമൽ കണ്ടു. ലെന, ബുക്ക് നോക്കട്ടെ? കൈ നീട്ടിക്കൊണ്ട് അമൽ ചോദിച്ചു. ലെന അമലിൻ്റെ മുഖത്ത് നോക്കാതെ ബുക്കിനെ കയ്യിൽ കൊടുത്തു. അമൽ എല്ലാം നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ ലെനയെ നോക്കി. ലെന ഒരു കൂസലുമില്ലാതെ ദൂരെ നോക്കിക്കൊണ്ടിരുന്നു. എന്നാ ശരി, ക്ലാസ് തുടങ്ങാം. അമൽ ബുക്ക് ലെനയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ബുക്ക് തുറന്നു. സ്റ്റാഫ് റൂമിൽ കസേരയിലിരുന്ന് അമൽ ആലോചിച്ചു. എന്നാലും ഈ പെണ്ണ് ഇത്ര പെട്ടെന്ന് നന്നായോ? അമൽ ആഴ്ന്ന ആലോചനയിലായിരുന്നു. എന്താ സാറേ, എന്തോ ആലോചനയിലാണല്ലോ. ആർക്കെങ്കിലും പണി കൊടുക്കാനോ അതോ മേടിക്കാനാണോ പ്ലാൻ? ചിരിയുടെ കിരൺ അമലിൻ്റെ മുന്നിലത്തെ സീറ്റിൽ വന്നിരുന്ന് ചോദിച്ചു. ലെന നന്നായോ? അവൾ ഇന്ന് ബഹളം ഉണ്ടാക്കിയില്ല, ഹോംവർക്ക് ചെയ്തു, ക്ലാസ് ശ്രദ്ധിച്ചു. ഇങ്ങനെ നന്നാവാൻ വഴിയില്ലല്ലോ. അമൽ വായും പൊളിച്ച് സംശയം പറഞ്ഞു. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരി നന്നായതാകും. എന്നാൽ സാരമില്ല, നന്നായല്ലോ, അത് മതി, കിരൺ പറഞ്ഞു. പിന്നെ പണം കണ്ട് അവൾ നന്നായെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല. അവൾ അങ്ങനെയൊന്നും നന്നാകുന്ന ടൈപ്പല്ല. എന്നാലും എന്തുകൊണ്ട് നോക്കാം, അമൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അമൽ വീട്ടിൽ പോയി. മോനി, ഗായത്രി വിളിച്ചുകൊണ്ട് അമലിൻ്റെ അടുത്ത് വന്നു. എന്താ അമ്മ? ബാഗ് സോഫയിൽ വെച്ചുകൊണ്ട് അമൽ ചോദിച്ചു. നാളെ പെണ്ണ് കാണാൻ പോകണം, അച്ഛൻ പറഞ്ഞു, പേടിയോടെ ഗായത്രി പറഞ്ഞു. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, ഐ ആം നോട്ട് പ്രിപ്പയർഡ്. ദേഷ്യത്തിൽ അമൽ അലറി. മോനി, നിങ്ങളുടെ ഇടയിൽ കിടന്ന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ അച്ഛനോട് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നിന്നോട് എനിക്ക് പറയാൻ പറ്റും. മോനി, എനിക്ക് വേണ്ടി നീ ഒന്ന് ഒരുങ്ങിയെടുത്ത് പോ, ഗായത്രി നിസ്സഹായതയോടെ പറഞ്ഞു. അമ്മയുടെ നിർവികാരത നോട്ടത്തെ കണ്ട് അമലിന് മറുത്തൊരക്ഷരം പറയാനായില്ല. മനസ്സില്ല മനസ്സോടെ അമൽ സമ്മതിച്ചു. വേദവർമ്മ പറഞ്ഞതുപോലെ അതിഗാംഭീര്യത്തോടെ പെണ്ണ് കാണൽ ചടങ്ങിന് പോയി. അമ്മേ, ഹാളിൽ വന്ന് അമൽ വിളിച്ചു. എന്താ മോനെ? ഗായത്രി ഓടി വന്ന് ആവലതയോട് ചോദിച്ചു. പെണ്ണ് കാണൽ ചടങ്ങല്ലയോ, ഇത്ര ആർഭാടം വേണോ? അതിന് ഇത് പെണ്ണ് കാണൽ ചടങ്ങല്ല, കരടിച്ച സ്വരത്തിൽ വേദവർമ്മ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് വന്നു. പിന്നെ മുഖം ചൊളിച്ചുകൊണ്ട് അമൽ ചോദിച്ചു. ഉറപ്പിപ്പാണ് നടക്കാൻ പോകുന്നത്, വേദവർമ്മ മുഖം കൊടുക്കാതെ ഗൗരവത്തിൽ പറഞ്ഞു. പെണ്ണിനെ ഞാൻ കാണണ്ടേ? എനിക്കിഷ്ടപ്പെടണ്ടേ? അമൽ ദേഷ്യത്തിൽ വേദിൻ്റെ നേർക്ക് തിരിഞ്ഞു ചോദിച്ചു. എനിക്കിഷ്ടമായി, ഞാൻ വാക്കുകൊടുത്തു. നീ വന്ന് താലി ചാർത്തിയാൽ മാത്രം മതി, വേദവർമ്മ പറഞ്ഞുകൊണ്ട് സോഫയിലിരുന്നു. എന്നാൽ നിങ്ങൾ താലികെട്ട് നടത്തി ആദ്യ രാത്രി ആഘോഷിക്കേ, എന്നെ വിട്ടേക്ക്, അമൽ ദേഷ്യത്തിൽ പറഞ്ഞു. അമൽ, വേദവർമ്മ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു. അമൽ ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ കൈകൾ കൊണ്ട് തുടയിലടിച്ചു. ഞാൻ പറയുന്നത് അവസാനത്തെ വാക്ക്, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. ഈ കല്യാണം നടക്കും, ഇതെൻ്റെ അഭിമാന പ്രശ്നമാണ്. അത് നീ കാരണം പോയാൽ അമൽ, പിന്നെ ഈ എന്നെ നീ ജീവനോടെ കാണില്ല. നിന്റെ അമ്മയുടെ താലി നീ കാരണം ഇറങ്ങും, വേദവർമ്മ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. അമൽ ഒന്നും മിണ്ടാതെ ഗായത്രിയെ നോക്കി. ഗായത്രി നിസ്സഹായതയോടെ നോക്കിയിരുന്നു. ഈശ,
വേദവർമ്മയുടെ സുഹൃത്തിൻ്റെ ഏകപുത്രി. അമലിന് എന്തുകൊണ്ട് ചേരുന്ന ഒരു ബന്ധമാണെന്ന് വേദവർമ്മ പറയും. അമൽ പോലും അറിയാതെ വാക്കുകൊടുത്ത് ഉറപ്പിച്ചു വെച്ച പെണ്ണാണ് ഇഷ. അമൽ ഇഷ്ടമില്ലാതെ അവിടെ ഇരുന്നു. എല്ലാവരും അതീവ സന്തോഷത്തിലായിരുന്നു. എന്നാ പെണ്ണിനെ കൊണ്ടുവരൂ, മോതിരമാറ്റൽ ചടങ്ങും കൂടെ നടത്താം. അയ്യർ പറഞ്ഞു നിർത്തിയതും അമൽ ഞെട്ടിലൂടെ ഗായത്രിയെ നോക്കി. ഗായത്രിയുടെ മുഖത്തും പരിവം നിറഞ്ഞു. ഗായത്രിക്ക് ഒന്നും ചെയ്യാനായില്ല. സ്വർണം നിറഞ്ഞ് അതീവ സുന്ദരിയായി ഇഷ എല്ലാവരുടെ മുന്നിൽ വന്നിന്ന് ഭൂമിയെ തൊട്ടുണങ്ങി. നല്ല സുന്ദരി കൊച്ചി. അമൽ കൊച്ചിന് ഈ കൊച്ചല്ലാതെ വേറെ ആരാ ചേരുക? അവിടെ ഇരുന്നവർ പരസ്പരം പറയുന്നു. ഇഷമല്ലേ അമലിനെ നോക്കി. അമൽ അലസതയോടെ ഇഷയെ നോക്കി. അതിമനോഹരമായി മോതിരം മാറുകയും ഇഷ അമലിനുള്ളതാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. തൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ കേട്ടു വളർന്ന ഒരു കാര്യം, അമൽ നിനക്കുള്ളതാണെന്ന്. ആ വാക്ക് കേട്ടിട്ട് ഇഷയും അവളെ അറിയാതെ അവൻ്റെ മാത്രം പെണ്ണായി മാറി. അമലിൻ്റെയും ഇഷയുടെ ഉറപ്പിപ്പ് ന്യൂസിൽ വരികയും നാട്ടുകാരെല്ലാവരും അറിയുകയും ചെയ്തു. ലെന ന്യൂസ് കേട്ട് ഒന്നും മിണ്ടാതെ നോക്കിയിരുന്നു. ഇച്ചായോ, ഈ പെണ്ണ് എന്താ ഇപ്പോൾ സൈലന്റ്? നിങ്ങളുടെ മോള് നന്നായോ? അന്നമ്മച്ചി അടുക്കളയിൽ നിന്ന് ഉച്ചത്തിൽ ചോദിച്ചു. എന്നതാടി എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പം? അവൾ നന്നായല്ലോ. കുരുത്തക്കേടൊന്നും എൻ്റെ മോൾ ഒപ്പിക്കില്ല, അല്ലയോ എൻ്റെ കൊച്ചി? അല്ലേലും എൻ്റെ കൊച്ചി സൂപ്പറാ, സക്രിയ ലെനയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പച്ച, ഇവൾ നന്നാവില്ലല്ലോ. ആർക്കോ പണി കൊടുക്കാൻ വേണ്ടി സൈലന്റ് ആയതാണ്, അല്ലാതെ അപ്പച്ചൻ്റെ പുന്നാരമോൾ എങ്ങനെ നന്നാകാനാ? ടോമി പറഞ്ഞുകൊണ്ട് ലെനയുടെ അടുത്ത് വന്നിരുന്നു. ലെന ഉണ്ടക്കണ്ണുരുട്ടി ടോമിയെ പേടിപ്പിച്ചു. യോ, ഇപ്പോൾ പുറത്തു വരും, അകത്താക്കടി ഉണ്ടക്കണ്ണിനി, ചിരിയോടെ ടോമി പറഞ്ഞു. നീ പോടാ. ടോമിയുടെ തലക്കെട്ട് കൊട്ടിക്കൊണ്ട് ലെന തൻ്റെ മുറിയിൽ പോയി. അപ്പച്ച, തലയിൽ പിടിച്ചുകൊണ്ട് ടോമി വിളിച്ചു. നീ അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ചു മേടിച്ചതല്ലയോ, അനുഭവിച്ചോ? സക്രിയ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പോയി. അമൽ കോളേജിൽ പോയി. സ്റ്റാഫ് റൂമിൽ എല്ലാവരും അമലിനെ വരവേറ്റു. എന്നാൽ സാറേ, ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ, കഷ്ടമായിട്ടോ? പരിവത്തോടെ കിരൺ പറഞ്ഞു. ഓ പിന്നെ, ഞാൻ പോലും അറിഞ്ഞില്ല ഇതൊന്നും. പിന്നെയല്ലയോ നിങ്ങൾ? ചിരിയോടെ അമൽ പറഞ്ഞുകൊണ്ട് തൻ്റെ കസേരയിലിരുന്നു. കള്ളം, സാർ അറിയാതെയാണോ എൻഗേജ്മെൻ്റ് വരെ വന്നത്? ഷൈനി ചോദിച്ചു. അമൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറഞ്ഞു. ഓ, ടെറർ ഡാഡാണല്ലേ? ചിരിയോടെ കിരൺ ചോദിച്ചു. അച്ഛന് സ്നേഹം തരാൻ അറിയില്ല, കുറച്ച് ക്യാഷ് എന്നാൽ സ്നേഹം കിട്ടും എന്നതാണ് ഡാഡിൻ്റെ ഒരു നിഗമനം. അമ്മ പാവമാണ്, ആരുടെ വശത്ത് നിൽക്കണമെന്ന് അറിയാതെ ആ പാവം വല്ലാതെ സങ്കടത്തിലാകും. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം അനുസരിക്കും. അല്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യം അച്ഛൻ അമ്മയോട് തീർത്താലോ എന്ന ഭയം. നെടുവീർപ്പോടെ അമൽ പറഞ്ഞു. എല്ലാവരും മൗനമായിരുന്നു. എന്നാ ശരി, ക്ലാസ്സിന് പോട്ടെ. അമൽ ബുക്ക് എടുത്തുകൊണ്ട് ക്ലാസ്സിൽ പോയി. ലെനയുടെ ക്ലാസ്സിൽ അമൽ കയറിയതും ലെനയില്ലാത്തതുകൊണ്ട് സംശയത്തോടെ ലെനയെക്കുറിച്ച് ചിന്നുവിനോട് അമൽ ചോദിച്ചു. അവൾക്ക് വയറിളക്കം പോലും. ചിന്നു എഴുന്നേറ്റ് പറഞ്ഞതും ക്ലാസ് മുഴുവൻ ചിരിച്ചു. അമലും ചെറുചിരി എടുത്തുകൊണ്ട് ക്ലാസ് നടത്തി. ക്ലാസ് കഴിഞ്ഞ് അമൽ വീട്ടിൽ പോയതും വേദവർമ്മ ദേഷ്യത്തിൽ അമലിനെ ആഞ്ഞു തല്ലി. അമൽ ഒന്നും അറിയാതെ അങ്ങുങ്ങു നോക്കി. ഗായത്രി വാവത്തി കരയുന്നു. ഇഷയുടെ അച്ഛൻ ദേഷ്യം കലർന്ന നോട്ടം കൊടുത്തു. എന്തിനാ അച്ഛാ എന്നെ അടിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഒന്നും മനസ്സിലാകാതെ അമൽ ചോദിച്ചു. നിനക്കൊന്നും അറിയില്ല അല്ലയോ? കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നത് അവിടുത്തെ പിള്ളേരെ കയറി പിടിക്കാൻ അല്ലയോ? നാണമില്ലടാ നിനക്ക്? വേദവർമ്മ പറഞ്ഞുകൊണ്ട് പിന്നെയും തല്ലി. പിടിക്കാനോ? ഞാനോ? ഒന്നും മനസ്സിലാകാതെ അമൽ ചോദിച്ചു. നീ അഭിനയിക്കുന്നോ? പുന്നാര മോനെ, വേദവർമ്മ പിന്നെയും തല്ലി. എന്താണെന്ന് തെളിച്ചു പറ, എന്നിട്ട് എന്നെ അടിക്ക്, അമൽ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. കാണിക്കാം, വേദവർമ്മ പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് റെക്കോർഡ് പ്ലേ ചെയ്തു. ഇഷ ചേച്ചിയാണോ?
ഞാൻ അമൽ സാർ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുട്ടിയാ. അമൽ സാറ് എന്നെ കയറി പിടിച്ചു, എന്നെ നശിപ്പിക്കാൻ നോക്കി. എന്നെ മാത്രമല്ല, എല്ലാ പിള്ളേരെയും കാമക്കണ്ണിലൂടെയാണ് നോക്കുന്നത്. ചേച്ചിയെ ഈ സാർ ചതിക്കും. സ്ത്രീലമ്പടനാ. വേദോർമ്മ റെക്കോർഡ് ഓഫ് ചെയ്തു. ലെന അമലിൻ്റെ നാവ് മന്ത്രിച്ചു. ഓ, അപ്പോൾ ഇത് സത്യമാണല്ലേ? നീയൊക്കെ എൻ്റെ മോനായി പോയല്ലോ, വേദോർമ്മ പുച്ഛത്തോടെ പറഞ്ഞു. വേദേ, എൻ്റെ മോളെ കരയിപ്പിച്ചതിന് നീ അനുഭവിക്കും. ഞങ്ങൾക്ക് ഇവന് വേണ്ട, സ്ത്രീലമ്പടൻ. ഥൂ, അയാൾ പുച്ഛത്തോടെ തുപ്പിക്കൊണ്ടുപോയി. അമലിന് ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു. അമൽ മിണ്ടാനാതെ നിന്നു. നീ എനിക്കിട്ട് 8ൻ്റെ പണിയൊന്നും അല്ലേടി. അമലാണ്, നീ അത് മറന്നു. കാണിച്ചുതരാം, പല്ലുരുമ്മിക്കൊണ്ട് അമൽ മനസ്സിൽ പറഞ്ഞു. അതേസമയം തോപ്പിൽ ബെഡിൻ്റെ മുകളിൽ കയറി നിന്ന് തുള്ളിക്കൊണ്ട് നിൽക്കുന്നു ലെന. പകരം വീട്ടി എന്ന സന്തോഷം ലെനയുടെ മുഖത്ത് കണ്ടു. തുടരും.